ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കാത്തോസ് വ്ലോഗ്. ഇന്ന് ഞാൻ വെയിറ്റ് ഒന്നും നോക്കിയില്ല, കാരണം ഇനി 5 ദിവസം കൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ഉപ്പുമാവും പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതുമാണ്. അതിൻ്റെ ഒരു ഹാഫ് പീസാണ് എടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കുക. പിന്നെ എന്നോട് കുറേ പേര് ഇപ്പോൾ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ 8 അവർ എന്നുള്ളത് നമുക്ക് ടൈം എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്നൊക്കെ. അതായത് ഞാനിപ്പോൾ 9 to 5 ആണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ടൈം തന്നെ നോക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് 10 to 6 എടുക്കാം, 11 to 7 എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ മെയിനായിട്ട് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെയുള്ള ഈ 8 അവർ എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് എപ്പോഴും ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ ജോബിലൊക്കെ ഷിഫ്റ്റൊക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഡയറ്റിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മീൻസ് ടൈം ശ്രദ്ധിക്കുക. 16:8 തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിന് ഈ ഒരു 8 അവറിനെ പറ്റി കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് ഏത് ടൈം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോറും പിന്നെ കൊഴുവ ഫ്രൈയും പിന്നെ ബീൻസ് മെഴുക്ക് വരട്ടിയും പിന്നെ ചമ്മന്തി കാന്താരിയും പുളിയും തേങ്ങയും കൂടിയിട്ടുള്ള കല്ലിലരച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇതെൻ്റെ 2 അനിയത്തിമാരും കൂടി പ്രിപ്പയർ ചെയ്ത ചമ്മന്തിയാണ്. അവർക്കൊരു ആശയമായിരുന്നു കല്ല് അരച്ച ചമ്മന്തി വേണമെന്നുണ്ട്, അപ്പോൾ അവർ തന്നെ ചെയ്തതാണത്. പിന്നെ കറിയായിട്ട് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി വറുത്തരച്ച കറിയാട്ടോ. അതാണ് കറിയായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ച ടൈമിൽ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷനും കൂടി ആക്കാം കേട്ടോ. പക്ഷെ ഞാൻ വയറ് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് തന്നെ എടുക്കുന്നത്. ഇനി ഞാൻ ആലോചിക്കുന്നുണ്ട് നാളെ മുതൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ആക്കിയാലൊന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല. മോസ്റ്റ് പ്രോബബിളി ഞാൻ ചിലപ്പോൾ ചോറ് തന്നെയായിരിക്കും എടുക്കുന്നത്. പിന്നെ ഞാൻ ചോറാണ് കഴിച്ചിരിക്കുന്നത്. നാളെ എന്താണ് കഴിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഈവനിങ് ഞാൻ ഇന്നലെ കുടിച്ച പോലെ തന്നെ 5 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർ ഫ്രൂട്ട് ക്യാരംബോള ജ്യൂസാണ് കുടിച്ചത്. അതിനുശേഷം വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പോയി കാണാം കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ ഞാൻ പിന്നെയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.